എനിക്ക് ഇന്നലെ 1-2 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം. അവരതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സീരിയസ്ലി നീ ആ പ്രണവായിട്ടുള്ള റിലേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തങ്ങ് നിർത്തിക്കോ, വെറുതെ നിന്റെ ജീവിതം കളയരുത് കേട്ടോ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം പ്രണവ് പ്രവീൺ ഇന്ന് ആ ഒരു വീഡിയോ വന്നിട്ട് രണ്ടുപേരും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ആ ലിങ്കിൽ കയറി നോക്കിയപ്പോൾ അത് പ്രൈവറ്റ് ആക്കിയെന്ന് കാണട്ടെ, ഡിലീറ്റ് ആക്കിയല്ല, പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവർ ആ വീഡിയോ. അത് കഴിഞ്ഞിട്ട് പ്രവീൺ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഞാനും എൻ്റെ ഫാമിലി ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ ഫാമിലി എന്തായാലും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം തന്നെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കാരണവും കിട്ടില്ല എന്ന് മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വരെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെ സൈബർ ബുള്ളിങ് നടത്തുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നത്. ഓക്കെ, ഇനി ഇത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമാവും. പിന്നെ റീച്ചിന് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ബ്രോ, നിങ്ങളുടെ വീഡിയോയ്ക്കാണ് 6 മില്യണോളം വ്യൂസും കാര്യങ്ങളും കിട്ടിയത്. അതുപോലെ നിങ്ങളുടെ അനിയൻ, അതായത് പ്രണവ് കൊച്ചു, അവന് ഒക്ടോബർ 18, 2024 പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ 5 മില്യൺ ഒരു വീഡിയോയ്ക്ക് തന്നെ വ്യൂസും കാര്യങ്ങളും, പിന്നെ 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് വന്നു. പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെ പ്രശ്നം കാരണം ആൾക്കാർ അതൊരു 3,50,000 60,000 അങ്ങ് ആക്കി, എല്ലാം അൺസബ് അടിച്ചുമായിരുന്നു. അപ്പം നിങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എറിയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫാക്കിയിട്ടാണോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞത്? അല്ലല്ലോ. ഓക്കെ, എന്തായാലും ഈ പ്രശ്നം ഇവിടെ തീർന്നതായിരിക്കും നല്ലത്. കാരണം അത് തീരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ആയിക്കൊണ്ടിരുന്ന ഇതിനേക്കാളും വലിയ ഭൂകമ്പം ഉണ്ടാവും. ഞാൻ ഇന്നലെ ഒരു യൂട്യൂബറിൻ്റെ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതൊരു കമൻസാണ് വായിച്ചത്. ആ കമൻസ് സംബന്ധമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ വേറെ കഥയിലോട്ട് പോവും. അത് ഇതിനേക്കാളും വലിയ വിഷയമായിക്കൊണ്ടിരിക്കും. അതിനേക്കാളും ഭേദം എന്താ പറയണ്ടത്, ഇതൊക്കെ ഒഴിവാക്കാം. ഇന്ന് ആ വീഡിയോ സംബന്ധമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് തരാം. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവർ ഒത്തുതീർപ്പായതിൻ്റെ പേരിൽ പ്രൈവറ്റ് ആക്കിയതാണെന്ന് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് ഇന്നലെ 1-2 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം. അവരതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സീരിയസ്ലി എനിക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇവരുടെ ഈ ഫാമിലി കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ പല കഥകളും പുറത്ത് വന്നേനെ, ഉറപ്പായിട്ടും പുറത്ത് വന്നേനെ. അപ്പോൾ ഇപ്പം നാറുന്നതിനേക്കാളും കൂടുതൽ നാറിയാണ് സത്യമായിട്ടും. മേ ബി അത് ഭയന്നിട്ടായിരിക്കണം ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ആക്കി പോയത്. എന്ത് തന്നെയാണെങ്കിലും നല്ല കാര്യം. എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. ഈ മൃദുലയുടെ വൈറ്റ് പൊങ്കാലയ്ക്ക് വന്ന 2 മേക്കപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്, 2 സ്ത്രീകളാണ്. ഇവർക്കെതിരെ ഇട്ട 2 വീഡിയോ ആണ്. അവർ മേക്കപ്പ് ചെയ്യാൻ പോയ സമയത്ത് അവർ അന്ന് ആ വീട്ടിൽ കണ്ട കാര്യവും അവർക്കുണ്ട അനുഭവങ്ങളുമാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, അവരത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിനകത്ത് എടുത്തിട്ട് പിന്നെയും ഈ ഒരു സബ്ജക്റ്റ് വഷളാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് വന്ന കോളും അതിൻ്റെ കാര്യം എടുത്തിനകത്ത് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം ഇവിടെ കൊണ്ട് തീരുന്നെങ്കിൽ തീരട്ടെ. ഓക്കെ, എടുത്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും ആ സംഭവത്തിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ ഞാനും കുറച്ച് ഷോക്കാണ്. എനിക്കിവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നു. എന്തായാലും പ്രശ്നം നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ട് എവിടെയെങ്കിലും മാറി താമസിച്ച് അതായിരിക്കും നല്ലത്. ഫാമിലി എല്ലാം ഓക്കെയാണ്, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. പരമാവധി സോഷ്യൽ മീഡിയ വന്ന് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അവസാനം കണ്ടില്ലേ, ഫാമിലിക്ക് തന്നെയായിരിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും. എന്തായാലും അത് മനസ്സിലാക്കിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രണവും ഈ പറയുന്ന കല്യാണിയുടെയും കുറേ ഫാൻ പേജ് ഉണ്ട് ഈ ഇൻസ്റ്റാഗ്രാം. പ്രണവിൻ്റെ ഈ വിഷയം വന്ന സമയത്ത് എന്താണെന്നറിയത്തില്ല, ഒരുപാട് ആൾക്കാർ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ പോയി കമൻറ്റ് ഇടുന്നുണ്ട്. ഒരുപാട് കമൻസും കാര്യങ്ങളും ആ കുട്ടിക്കെതിരെ ഇടുന്നുണ്ട് ഇട്ടിട്ട്. അപ്പോൾ അത് തന്നെ അതിന് മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി ആരോടും റിലേഷനും കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ആ കൊച്ചു മെസ്സേജ് അയച്ച് റിപ്ലൈ കൊടുത്തേക്കുന്നത്. ഞാൻ എന്തായാലും ഒരു കമൻറ്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. മോളെ, നീ ആ പ്രണവായിട്ടുള്ള റിലേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തങ്ങ് നിർത്തിക്കോ, വെറുതെ നിന്റെ ജീവിതം കളയരുത് കേട്ടോ. നിന്റെ അച്ഛനും അമ്മയും പൊന്നുപോലെ അല്ലേ നിന്നെ നോക്കുന്നേ. കുഴിയിലൊന്നും പോയി ചാടല്ലേ കേട്ടോ. ഫ്യൂച്ചറെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. എന്തിനും നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻസും കാര്യങ്ങളൊക്കെ ആ കുട്ടീൻ്റെ അക്കൗണ്ടിൽ പോയിടുന്നത്. ഇത് ഫാൻ പേജിൽ ഓരോരുത്തരും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഇവരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ അടുത്ത് ഈ പറയുന്ന നിങ്ങൾ തന്നെ ഈ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാർ കാണിക്കുന്ന വേലകളാണിത്. അപ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ആ കുട്ടി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്. ആ കുട്ടി കൊടുത്തൊരു മറുപടി എന്ന് വെച്ചാൽ, ഗൈസ് റിലാക്സ്, ഐ എം നോട്ട് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് എനിബഡി, സോ പ്ലീസ് സ്റ്റോപ്പ് ഗിവിംഗ് മീ അഡ്വൈസ് ഓൺ
ആൻഡ് സ്റ്റോപ്പ് ഗ്രാങ്ങിങ് മീ ടു ദീൻസ് ഹവ് നോ റിലേഷൻ വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലൈക്ക് ഇതും കൊടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക, എന്തിനാ വെറുതെ. അപ്പം ഈ പ്രോബ്ലംസ് ഇവിടെ നിർത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആ പാവത്തിന് അവരുടെ കാര്യങ്ങൾ നോക്കി വിടുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. പിന്നെ എന്താ, നിങ്ങളുടെ വ്ളോഗും കാര്യങ്ങളുമായിട്ട് വാ, ഓരോരുത്തരും ഇഷ്ടപ്പെടും, അവരിഷ്ടപ്പെടാതിരിക്കും, അതൊക്കെ നിങ്ങളുടെ ഇതാണ്. ഇനി സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടാവും തുടക്കമൊക്കെ, അതെല്ലാം വിട്ടുകളാം. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും, എല്ലാം പോസിറ്റീവ് ആവുകയും ചെയ്യും. നിങ്ങൾ തിരിച്ച് നല്ല രീതിയിൽ വാ. ഡേ 1 പ്രവീൺ ഇപ്പോൾ ഡേ 1 ആണ് കുഞ്ഞിൻ്റെ വീഡിയോസ് ഇട്ടത്. ഇനി ഡേ 2, 3, 4 ഒക്കെ കിടപ്പുണ്ടല്ലോ, എല്ലാം അപ്ലോഡ് ചെയ്യും. ധൈര്യമായിട്ട് വീഡിയോസ് ഇടും. അതുപോലെ തന്നെ കൊച്ചുവിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവൂടാ, നീ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിൻ്റെ വീഡിയോസും കാര്യങ്ങളും നീ അപ്ലോഡ് ചെയ്യും. ഓക്കെ ഗൈസ്, എൻ്റെ അഭിപ്രായം ഇതാണ്. എല്ലാം നല്ല രീതിയിൽ പോട്ടെ. നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയല്ലേ ഇവരെയും കണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല. അതിപ്പോൾ യൂട്യൂബേഴ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം ആയിരിക്കും. നമ്മൾ ക്ഷമിക്കുക, അതാണല്ലോ വേണ്ടത്. ബൈ, ലവ്.